മലയാളി ഉൾപ്പെട്ട ലഹരി കടത്ത് സംഘം ബംഗളൂരിൽ പിടിയിലായി. മലയാളിയായ ഫയാസ് അബ്ദുള്ളയിൽ നിന്ന് 71 ലക്ഷം രൂപയുടെ ലഹരി മരുന്ന് പിടികൂടി. പ്രതികളിൽ ഒരാൾ ബംഗളൂരു ജയിലിൽ നിന്നാണ് ലഹരി കടത്ത് നിയന്ത്രിച്ചതെന്ന് പോലീസ് പറയുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുയിൽ നിന്ന് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ഈ കേസിന്റെ പിന്നാമ്പുറം? SKN ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചാണ് ഈ പ്രതികളെ പിടികൂടിയത്. ഈ ലഹരിക്കടത്ത് സംഘത്തെ സംബന്ധിച്ച് CCBക്ക് നേരത്തെ തന്നെ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഫയാസിനെ കണ്ടെത്തുകയാണ് CCBയുടെ ആദ്യ ലക്ഷ്യമുണ്ടായിരുന്നത്. ഫയാസ് ബംഗളൂരുവിലെ ചന്ദ്ര നഗറിലാണ് താമസിച്ചു വന്നിരുന്നത്. ഫയാസ് മലയാളിയാണ്. ഈ ഫയാസിൽ നിന്ന് 71 ലക്ഷം രൂപയുടെ ലഹരി മരുന്നുകളാണ് പിടികൂടിയത്. MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ ഫയാസിൽ നിന്ന് പിടികൂടി. ഫയാസിനെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ ലഹരിക്കടത്ത് സംഘത്തിലെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ CCBക്ക് ലഭിച്ചത്. ഇത് നിയന്ത്രിച്ചിരുന്നത് പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആമീർ ഖാൻ എന്ന് പറയുന്ന മറ്റൊരു ലഹരിക്കടത്ത് കേസിൽ അവിടെ തടവിൽ കഴിയുന്ന പ്രതിയാണ് ജയിലിൽ നിന്ന് ഇത് നിയന്ത്രിച്ചിരുന്നത്. ജയിലിൽ നിന്ന് ഫോൺ ഉൾപ്പെടെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ CCB കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രതി നാഗർബാബി സ്വദേശിയായിട്ടുള്ള ഗൗതമാണ്. അങ്ങനെ വലിയൊരു ലഹരിക്കടത്ത് ശൃംഖലയാണ്, അതിൽ മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് CCBക്കുള്ളത്. 71 ലക്ഷം രൂപയുടെ ലഹരി മരുന്നാണ് മലയാളിയിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. കേരളത്തിലേക്ക് ഉൾപ്പെടെ MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ എത്തിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. SK. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.